IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി സുഗാന്ത് കീഴടങ്ങിയത്. ഹൈക്കോടതി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉയർത്തിയതിനിടെയാണ് പ്രതി കൊച്ചിയിൽ കീഴടങ്ങിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ നാടകീയ കീഴടങ്ങൽ. ഇക്കഴിഞ്ഞ മെയ് 22-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതുവരെ സുഗാന്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. തുടർന്ന് ഇന്ന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് സുഗാന്ത് കീഴടങ്ങിയതെന്നാണ് സൂചന. കേസിൽ പുറത്തുവന്ന തെളിവുകൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്നും ഇനി IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷ് കീഴടങ്ങി. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പ്രതി സുഗാന്ത് കീഴടങ്ങിയത്. ഹൈക്കോടതി സുഗാന്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി തള്ളിയതിന് പിന്നാലെയാണ് കീഴടങ്ങൽ. സുഗാന്തിനെ പ്രതി ചേർത്ത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാത്തതിൽ പോലീസിനെതിരെ യുവതിയുടെ കുടുംബം ആരോപണം ഉയർത്തിയതിനിടെയാണ് പ്രതി കൊച്ചിയിൽ കീഴടങ്ങിയത്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിന് ശേഷം 2 മാസത്തോളം ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് സുഗാന്തിന്റെ നാടകീയ കീഴടങ്ങൽ. ഇക്കഴിഞ്ഞ മെയ് 22-ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതുവരെ സുഗാന്തിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിരുന്നു. തുടർന്ന് ഇന്ന് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത. ഒളിവിലുള്ള സുഗാന്ത് സുരേഷിനെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതേസമയം സുഗാന്ത് യുവതിയോട് ആത്മഹത്യ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതായും മരിക്കുന്ന തീയതി ചോദിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയെന്നും തെളിയിക്കുന്ന ചില ചാറ്റിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഫെബ്രുവരി 9-ന് ടെലിഗ്രാമിലൂടെ ഇരുവരും നടത്തിയ ചാറ്റിന്റെ വിവരങ്ങളാണ് പോലീസ് വീണ്ടെടുത്തത്. സുഗാന്തിനെതിരെ ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കുന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ് നിർണായകമായ ഈ ചാറ്റ് വിവരങ്ങൾ.